മാർച്ച് 17 നോമ്പിൻ്റെ 2-ാം ആഴ്ചയിലെ തിങ്കൾ. ലൂക്ക 6:36-38 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു പുരോഹിതൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. വഴിയിൽ ഒരു പുരോഹിത സുഹൃത്തിൻ്റെ വീട്ടിൽ വിട പറയാൻ ചെന്നു. അവൻ തൻ്റെ ദുഃഖകരമായ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു. ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം എത്രമാത്രം കുറഞ്ഞുപോയി എന്നും ജനങ്ങളെ സേവിക്കുന്നതിൽ താല്പര്യമില്ല എന്നും മാത്രമല്ല, താൻ എല്ലാ കൽപ്പനകളും ലംഘിച്ചിട്ടുണ്ട്. ദൈവത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാത്തത്ര വലുതാണ് തൻ്റെ പാപം എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ആ പുരോഹിതൻ്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ അളക്കാനാവാത്തത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. അവനെപ്പോഴും നമുക്ക് അവൻ്റെ സ്നേഹം നൽകുന്നു. നമ്മളത് സ്വീകരിക്കണം. പക്ഷെ പുരോഹിതൻ ഇപ്പോഴും ആശ്വസിപ്പിക്കാനാവാത്തവനായിരുന്നു. എൻ്റെ ആത്മാവ്, അദ്ദേഹം പറഞ്ഞു, ദ്വാരങ്ങൾ നിറഞ്ഞ ഒരു ബക്കറ്റ് പോലെയാണ്. ദൈവം അതിൽ ക്ഷമ നിറയ്ക്കുമ്പോൾ ആ ദ്വാരത്തിലൂടെ അവയെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. അവൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ കൈപിടിച്ച് കടലിനടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് ദ്വാരങ്ങൾ നിറഞ്ഞൊരു ബക്കറ്റ് പോലെ ആയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമുദ്രത്തിലേക്ക് അതെറിയപ്പെടുമ്പോൾ അതിലെത്ര ദ്വാരങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരുണ കടൽ വെള്ളം പോലെ ബക്കറ്റിനകത്തും പുറത്തും എല്ലാ വശങ്ങളിൽ നിന്നും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട്, അതുപോലെ നമ്മോടും കരുണയുള്ളവരായിരിക്കാൻ പറയുന്നു. തൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കാൻ യേശു നമ്മെ ഉപദേശിക്കുന്നു. ഇത് ഒരു വലിയ വെല്ലുവിളിയാണ്. കരുണ വിശ്വാസികൾക്ക് വെറുമൊരു ഓപ്ഷൻ അല്ല, അതൊരു ദിവ്യ വിളിയാണ്. ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്തിൽ നമ്മോട് വീണ്ടും വീണ്ടും കരുണ കാണിക്കുന്നു. നമ്മുടെ പോരായ്മകൾക്കിടയിലും അവൻ നമുക്ക് അർഹമായ രീതിയിൽ നമ്മോട് പെരുമാറുന്നില്ല. മറിച്ച് നമുക്ക് കൃപ നൽകുന്നു, നമുക്ക് മാപ്പ് നൽകുന്നു. വളരെ പരുഷമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ തെറ്റുകൾ വരുത്തുന്നു. മനസ്സിലാക്കാൻ കാണിക്കുന്നതിന് പകരം സമൂഹം കുറ്റപ്പെടുത്താൻ പ്രവണത കാണിക്കുന്നു. എന്നാൽ യേശു നമ്മോട് വ്യത്യസ്തരായിരിക്കാൻ പറയുന്നു. മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം കരുണയോടെ കൈനീട്ടാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം കരുണ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുകയും മറ്റുള്ളവരെ അവനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് തെറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ ഒരു സുഹൃത്താകാം, കുടുംബാംഗമാകാം, സഹപ്രവർത്തനാകാം. അയാളോട് നീരസം സൂക്ഷിക്കുന്നതിന് പകരം കരുണ കാണിക്കാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ദയ എത്രമാത്രം രോഗശാന്തി നൽകുമെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയില്ലായിരിക്കാം. നിങ്ങൾ അവരെ വേദനിപ്പിച്ചതിന് ക്ഷമിച്ച ഒരാളെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുമോ? അവർ നിങ്ങൾക്ക് എത്ര അത്ഭുതകരമായ സമ്മാനമാണ് നൽകിയത്. ക്ഷമ എന്ന സമ്മാനം ഇരു കക്ഷികളെയും സ്വതന്ത്രരാക്കുന്നു. വേദനിച്ച ഒരു വ്യക്തി നമ്മോട് ക്ഷമിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയും. അവർ വഹിച്ചിരുന്ന വേദനയിലും കോപത്തിലും അവർ ഇനി ബന്ധിക്കപ്പെടില്ല. അതുപോലെ ക്ഷമിക്കപ്പെടുന്ന വ്യക്തിയും സ്വതന്ത്രനും കൃപ നിറഞ്ഞവനുമായിത്തീരുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും ദൈവ കാരുണ്യം അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.